ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങളെ മെയിൻ എക്സാമിന് അല്ലേ, നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും അല്ലേ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ മറന്നു പോയോ? കുറേ പേര് പറയൂലേ ഇങ്ങനെ പഠിച്ച് വന്ന് അവസാനത്തെ ചാപ്റ്റർ എത്തുമ്പോഴേക്കും ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ മറന്നുപോയി മിസ്സെന്ന് പറയും. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ. നമ്മൾ ഓരോന്നും റിവൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അങ്ങനെ മറന്നു പോകാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം എമംഗ് 4 ഡിജിറ്റ് നമ്പർ അല്ലേ, 4 അംഗ സംഖ്യകൾ. അപ്പോൾ 4 അക്ക സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ വലിയത് ചെറിയത് ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് മലനിരകളൊക്കെ അല്ലേ. അതിൽ ഏറ്റവും ഉയരം കൂടിയ മലനിര ആരാണ്, ഏറ്റവും ചെറിയത് ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പറും വലിയ നമ്പറും നിങ്ങൾക്ക് ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അത് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇക്കാര്യം അടയാളപ്പെടുത്താൻ പറ്റില്ലേ. ഇതിൽ ഏറ്റവും ചെറിയ ഹൈറ്റുള്ള അല്ലേ, ഏറ്റവും ചെറിയ ഹൈറ്റ് ഏറ്റവും വലിയ ഹൈറ്റിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ആ ഒരു രീതിയിലല്ലേ, ആ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് എഴുതിക്കൊണ്ടേയിരിക്കണം വേണ്ടേ. അപ്പൊ ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇതേ ആനമുടി എത്രയാണ് വരിക? ദേ 2695 തന്നത്. കാണുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് തരാം, മക്കൾ അതൊന്ന് നോക്കിക്കോളാം. 2695. നിങ്ങൾ ആ ഒരു ഹൈറ്റ് മാത്രം ഇപ്പം സാധാരണ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ എന്താ വരുന്നത് ഇവിടെ? 8611, 8126, 7816, 8586, 8848. അപ്പൊ ഇതൊക്കെ രീതിയിൽ ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ചെറിയ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഓരോ നമ്പറും ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഇതിൽ ഏറ്റവും ചെറുത് ആരാടാ? കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് എന്ത് നോക്കിയാൽ മതി? ആദ്യത്തെ ഡിജിറ്റ് അല്ലേ. ഇത് ഇവിടെയൊക്കെ വരുന്നത് 8, 8, 8, 7, 8. യെസ്, 2. അപ്പൊ നമുക്കറിയാം 2000 സംതിങ് ആയിരിക്കും ചെറിയ നമ്പർ. അപ്പൊ ചെറിയ മലനിര എത്ര ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക? യെസ്, 2695. കിട്ടിയില്ലേ? ഇനി അടുത്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഏത് മലനിരയാണ്? ആനമുടിയാണ്. ആനമുടി സെറ്റായി. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വലിപ്പം നമുക്കറിയാം, ബാക്കിയൊക്കെ 8ലാണ് വരുന്നത് അല്ലേ. ഇതൊക്കെ 8000 സംതിങ് ആണ്. പക്ഷെ 7000 വരുന്ന ഒരേ ഒരാളെ ഉള്ളത് ആരാണ്? യെസ്, 7816 അല്ലേ, നന്ദദേവി. അപ്പൊ നന്ദദേവി നമുക്ക് അതിൽ എഴുതി കൊടുത്തൂടെ? യെസ്, നന്ദദേവി. അടുത്തത് നിങ്ങളെ തൊട്ട് വലുത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ എനിക്ക് 2 എണ്ണം എനിക്ക് ഓൾറെഡി ക്യാൻസൽ ആയി. ഈ 2 എണ്ണം ഓക്കെ, കാണുന്നുണ്ടോ? അതില് അടയാളപ്പെടുത്തുന്നത് നോക്കാം. ഓൾറെഡി എനിക്ക് എന്തായിട്ടുണ്ട്? 2 എണ്ണം ഇല്ലേതാ, ഈ നിൽക്കുന്ന 2 മലനിരകൾ ഞാൻ ഓൾറെഡി എഴുതി. ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം 8000 തന്നെയാണ്. അതിലാരായിരിക്കും തൊട്ട് ചെറുത്? നോക്കിക്കേ, 8100 ആണോ, 8500 ആണോ, 8600 ആണോ, 8800 ആണോ? ഓഫ് കോഴ്സ് നമുക്കറിയാം 8100 സംതിങ് ആയിരിക്കും ഇല്ലേടാ. അപ്പൊ നോക്കാം, അത് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. 8126. നമുക്ക് അതിന്റെ മലനിരയുടെ പേരും എഴുതി കൊടുക്കാം അല്ലേ. നങ്കപർവ്വതാണ്. അപ്പൊ നങ്കപർവ്വത്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ പേരുകൾ എഴുതി നമ്മൾ പോകുന്നുണ്ട്. അടുത്ത തൊട്ട് വലുത് അല്ലെ. തൊട്ട് വലുത് ആരായിട്ട് വരും? 8600 ആണോ, 8500 ആണോ? നിങ്ങൾ അത് നോക്കിയാൽ മതി. രണ്ടാമത് സെക്കൻഡ് നമ്പർ മാത്രം നോക്കുക. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഇതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക അടുത്ത നമ്പർ വെച്ചിട്ട് അല്ലേ. 86, 85, 88. ഇതിൽ ആരായിരിക്കും ചെറിയ നമ്പർ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് 85 ആയിരിക്കും ഇല്ലേടാ. അപ്പൊ കാഞ്ചൻജംഗ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 8586. അതാണ് തൊട്ട് ചെറുത് വരുന്നത്. അത് കാഞ്ചൻജംഗയാണ്. ഓക്കെ, പേരുകളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത തൊട്ട് വലുത് ആരായിരിക്കും? കാഞ്ചൻജംഗ പോയിട്ടോ. അപ്പൊ കാഞ്ചൻജംഗ നമ്മൾ എഴുതി. അത് കഴിഞ്ഞാൽ വരുന്നത് ആരാണ്? K2 ആണ് അല്ലെ. അപ്പൊ K2 നമുക്ക് എഴുതി കൊടുക്കാം. K2യുടെ എത്രയാണ് ഹൈറ്റ്? 8611. അതാരാണ്? K2. ഏറ്റവും വലിയ കൊടുമുടി അല്ലെ, ഏറ്റവും വലിയ മലനിര ആരാണത്? എവറസ്റ്റ് ആണ്. അപ്പൊ എവറസ്റ്റ് നമുക്ക് എഴുതി കൊടുക്കാം. എത്രയാണ് അതിന്റെ ഹൈറ്റ് ഇവിടെ കൊടുക്കുന്നത്?
8848 കണ്ടത്. നമ്മൾ കുഞ്ഞു നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് കണ്ടുപിടിച്ച് നമ്മൾ ഓരോന്നാക്കിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. 4 അക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുതും അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ വലിയ നമ്പർ നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും. സോ ഈ രീതിയിലുള്ള ഏത് ചോദ്യം കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്തോളാം? നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.